ലേഡീസ് ഓൺലി പ്രിയദർശിനിക്ക് ശേഷം പിങ്ക് ബസ് സർവീസുകൾ ആരംഭിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി KSRTC ആരംഭിച്ച പിങ്ക് ബസ് ലേഡീസ് ഓൺലി സർവീസുകൾക്ക് തലസ്ഥാനത്ത് തുടക്കമായി. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിലെടുക്കുന്ന സ്ത്രീകൾക്കും സാധാരണക്കാരായ യാത്രക്കാർക്കും രാത്രികാലങ്ങളിലടക്കം സുരക്ഷിതവും സൗകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് KSRTC ഈ പദ്ധതി നടപ്പാക്കുന്നതെന്ന് മന്ത്രി CP ജോൺ പറഞ്ഞു. സ്ത്രീകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുന്ന സുരക്ഷിത സാഹചര്യം ഒരുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലുള്ള വനിതകൾക്ക് വൈകിട്ട് ഷിഫ്റ്റ് കഴിഞ്ഞ് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ രാത്രി 8 മണി 10 മണി എന്നീ സമയങ്ങളിൽ പിങ്ക് ബസ് പ്രത്യേക സർവീസ് നടത്തും. ട്രെയിനുകളിൽ എത്തുന്ന വനിതാ യാത്രക്കാർ, ചെറിയ കുട്ടികളുമായി യാത്ര ചെയ്യുന്ന അമ്മമാർ, രോഗികൾ എന്നിവർക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് സുരക്ഷിതമായി എത്താൻ രാവിലത്തെ സമയങ്ങളിൽ ബസ് ക്രമീകരിക്കും. യാത്രക്കാരുടെ ആവശ്യങ്ങൾ വിലയിരുത്തി ശാസ്ത്രീയമായ രീതിയിൽ സമയക്രമവും റൂട്ടുകളും നിശ്ചയിച്ച് വൈകാതെ മറ്റ് ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. പൊതുഗതാഗത ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിൽ KSRTC മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത്. ജനങ്ങൾക്കിടയിൽ മികച്ച വിശ്വാസ്യതയും സ്വീകാര്യതയും നേടാൻ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സൗജന്യ യാത്രാ പദ്ധതികളും ക്ഷേമ പദ്ധതികളും നടപ്പാക്കുന്നതിന്റെ പേരിൽ KSRTC ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുമെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. രാത്രികാല യാത്രാ സൗകര്യം ശക്തിപ്പെടുത്തണമെന്ന ആവശ്യവുമായി പ്രതിധ്വനി സംഘടന നൽകിയ നിവേദനവും പദ്ധതിയുടെ രൂപീകരണത്തിൽ പരിഗണിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, എറണാകുളം ഡിപ്പോകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ ലിങ്ക് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് നിലവിൽ പിങ്ക് സർവീസിനായി വിന്യസിച്ചിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ സാധാരണ ബസ് സർവീസുകളുടെ അഭാവത്തിൽ ഉയർന്ന ചെലവിൽ മറ്റു വാഹനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന വനിതകൾക്ക് ഈ പദ്ധതി സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ യാത്രാ ബദലായി മാറും. സർവീസുകളുടെ കൃത്യമായ സമയപാലനവും യാത്രക്കാരുടെ സൗകര്യവും ഉറപ്പാക്കുന്നതിനായി ഭാവിയിൽ ഓൺലൈൻ റിസർവേഷൻ സംവിധാനം ഏർപ്പെടുത്തുന്നതും ഇലക്ട്രിക് ബസ്സുകൾ പിങ്ക് സർവീസിന്റെ ഭാഗമാക്കുന്നതും KSRTC പരിഗണിച്ചു വരുന്നതായി ഗതാഗത വകുപ്പ് മന്ത്രി അറിയിച്ചു.